ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡിൽ ആരംഭിക്കുമ്പോൾ ഇനി പ്രീതിക്കൊന്നും ഓർത്തെടുക്കാൻ സാധിക്കില്ലേ, നടക്കാനായിട്ട് സാധിക്കില്ലേ എന്നൊക്കെ ശാലിനി ചോദിക്കുമ്പോൾ പ്രീതിയെ ഉണർത്താൻ സാധിച്ച ഉപബോധ മനസ്സിന് പിന്നെ പ്രീതിയെ എഴുന്നേൽപ്പിന് നടത്തിക്കാനും ഒക്കെ സാധിക്കും. ഇനി അതിനുള്ള ചികിത്സയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ശാലിനിയോടങ്ങ് അകത്തേക്ക് പോകാനായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനോട് ഡോക്ടർ യാത്ര പറയുകയാണ്. ഞാനിപ്പോൾ പോകുന്നു, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. അന്നേരം ഡോക്ടർ ഇപ്പോൾ പോയാലോ എന്നും പറഞ്ഞ് വിഷ്ണു ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത്. അന്നേരം അതൊന്നും സാരമില്ല, ഒരു മീറ്റിംഗ് ഉണ്ട്, ഇവിടുത്തെ ഹീറോയിനും വിഷ്ണുവും ശാലിനിയുമാണ്, ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിനിടയിൽ ഇനി എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അതിലിടപെടാനായിട്ട് ഡോക്ടർ ഉണ്ടാവും. തൽക്കാലം ശാലിനി അറിയണ്ട ഞാൻ പോയത് ചിലപ്പോൾ മരുന്നിനേക്കാളും മന്ത്രത്തെക്കാളും ഒക്കെ ഫലം ചെയ്യുന്നത് ഡോക്ടറുള്ള വിശ്വാസമാണ്, എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ യാത്ര പറയുകയാണ്. അന്നേരം വളരെ സങ്കടത്തോടു കൂടി വിഷ്ണു ആണെങ്കിൽ ഡോക്ടറുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. വളരെ നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ. അന്നേരം ആ കൈ ചേർത്ത് ഞെറുക്കി പിടിക്കുന്നുണ്ട് ഡോക്ടർ. അതിനുശേഷം ഡോക്ടർ അങ്ങ് കാലക്കാർ തിരിച്ചു പോവുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ കണ്ണൊക്കെ നിറയുകയാണ്. തുടർന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് വിഷ്ണുവും അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ശാലിനി പ്രീതിയുടെ അടുത്തേക്ക് അങ്ങ് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അർജുനൻ്റെ കയ്യിലിരിക്കുന്ന പാർക്കുട്ടിയെ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ മടിയിൽ വെച്ച് തരട്ടെ എന്ന്. അന്നേരം തന്നോളൂ എന്നിങ്ങനെ പ്രീതി തല കുലുക്കുന്നുണ്ട്. തുടർന്ന് അർജുൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ശാലിനി ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അന്നേരം ഇനി കുറച്ച് നേരം ശാലിനി എടുത്തോണ്ട് നടന്നോളൂ എന്ന് അർജുൻ പറയുമ്പോൾ കുഞ്ഞങ്ങ് മൂത്രം ഒഴിക്കുകയാണ് ആ തുണിയിൽ കൂടി. അന്നേരം അയ്യോ അവള് കാര്യം സാധിച്ചല്ലോ എന്നിങ്ങനെ ശാലിനി കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അന്നേരം ഉണ്ണിമൂത്രം പുണ്യമൂത്രം എന്നല്ലേ എന്നിങ്ങനെ തിരുമേനി പറയുന്നു. അന്നേരം എന്നാലും വേണ്ട തിരുമേനി, ശാലിനി നീ കുഞ്ഞിനെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് വാന്ന് സത്യഭാമ പറയുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. പക്ഷെ ശാലിനി എല്ലാവരെയും ശ്രദ്ധിക്കുകയും എന്തോ ഒരു കള്ളത്തരം ചെയ്യുന്നത് പോലെയാണ് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നത്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം പ്രീതിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറയുകയാണ്, മോളെ നീ നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ, കുറച്ച് അങ്ങോട്ട് ഇരിക്കാം, അവിടെ ആകുമ്പോൾ ഫാനിൻ്റെ കാറ്റുണ്ടെന്ന് പറഞ്ഞ് വീൽ ചെയർ കുറച്ച് പ്രീതി ഇരുന്നതിൽ നിന്നും കുറച്ച് പിറകിലോട്ട് നീക്കി വെക്കുകയാണ്. വിഷ്ണുവും അന്ന് നന്നായിട്ട് എന്തോ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് വിഷ്ണു അതൊക്കെ ചെയ്യുന്നത്. അന്നേരവും വിഷ്ണു എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പ്രീതി നോക്കുന്നുണ്ട് വിയർക്കുന്നൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ വീൽ ചെയർ കുറച്ച് പുറകിലോട്ട് വിഷ്ണു മാറ്റി വെക്കുകയാണ്. തുടർന്ന് ഇതേ സമയം എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരുമേനി പൂജയൊക്കെ ചെയ്യുന്നു. ഈ സമയത്ത് സുസ്മിതയെ ശ്രദ്ധിക്കുകയാണ് വസുമതി. അതിനുശേഷം സുസ്മിത ഇങ്ങോട്ട് പിടിച്ച് വീൽ ചെയറിൻ്റെ മുന്നിലേക്ക്, പ്രീതിയുടെ മുന്നിലേക്ക് നിർത്തുകയാണ്. ഇങ്ങോട്ട് നിന്നോളണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുമ്പോൾ ഇതെന്താ, ഞാനെന്താ കാളയോ പോത്തോ ആണോ നിങ്ങൾ കെട്ടുന്ന കുറ്റിയിൽ കിടന്ന് കറങ്ങാനായിട്ട് എന്നും പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുകയാണ്. അന്നേരം കറങ്ങിയാൽ നിന്നെ ഞാൻ കൊന്നുകളയും, അവിടെ തന്നെ നിന്നോളണം, ഈ വീൽ ചെയർ ഇവിടെ നിന്ന് മാറുന്നത് വരെ അവിടെ തന്നെ നിന്നോളണം, പറഞ്ഞത് അനുസരിച്ചോ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്കും അതൊക്കെ സന്തോഷം തന്നെയാണ്. അർജുനും രാഘവൻ നായരും പൊന്നിയും പിള്ളയും വരെ അത് വേണം എന്നുള്ള ഒരു രീതിക്ക് തന്നെ നിൽക്കുകയാണ്. പക്ഷെ വിഷ്ണു ഒന്നും ശ്രദ്ധിക്കുന്നില്ല. വിഷ്ണു അങ്ങ് അവിടെ നിന്നുകൊണ്ട് തന്നെ മുകളിലേക്ക്, ആ സ്റ്റെയറിൻ്റെ മുകളിലേക്ക് അങ്ങ് ശ്രദ്ധിക്കുകയാണ്. അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്ന പോലെ തന്നെയാണ് വിഷ്ണു ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം വിഷ്ണു എല്ലാവരെയും ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. ഇതേസമയം പ്രീതി ആണെങ്കിൽ സുസ്മിതയെ അങ്ങ് നോക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് വല്ലാത്തൊരു ഭയമാണ് ഉണ്ടാകുന്നത്. പക്ഷേ പ്രീതി അന്നേരം സുസ്മിതയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ പാറക്കെട്ടിലേക്ക് ഫോണുമായിട്ട് പോകുന്നത് വരെ മാത്രമേ പ്രീതിക്ക് ഓർമ്മ കിട്ടുന്നുള്ളൂ. അന്നേരം സുസ്മിതയാണെങ്കിൽ മുഖമൊക്കെ തിരിക്കുന്നുണ്ട്, പ്രീതിക്ക് മുഖം കൊടുക്കാതെ. പക്ഷെ വസുമതി പ്രീതിയുടെ ഫ്രണ്ടിൽ തന്നെ സുസ്മിതയെ പിടിച്ചങ്ങ് നിർത്തുകയാണ്. അവിടെ നിന്നോളണം, കാളയും പോത്തുമൊക്കെ നിന്നേക്കാൾ എത്ര ഭേദമാണടി, അവയ്ക്കൊക്കെ ഒരു അന്തസ്സുണ്ട്, നീ എന്താന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് സുസ്മിതയെ. അന്നേരം സുസ്മിതയ്ക്കൊന്നും എതിർത്ത് പറയാനായിട്ട് സാധിക്കുന്നുമില്ല. അതേസമയം വിഷ്ണു ആണെങ്കിൽ മുകളിലേക്ക് ആ സ്റ്റെയറിൻ്റെ കൈവരിയുടെ അതിലേക്ക് അങ്ങ് നോക്കുകയാണ്. തുടർന്ന് ഈ സമയത്ത് പാറക്കുട്ടിയാണെങ്കിൽ ആ കൈവരിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒറ്റയ്ക്ക്, ശാലിനിയൊന്നും ഇല്ല. അന്നേരം വിഷ്ണു ആണ് അത് കാണുന്നത്. തുടർന്ന് പ്രീതി മോളെ ദേ പാറക്കുട്ടി എന്നിങ്ങനെ പറയുമ്പോൾ ആ കുട്ടി മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അന്നേരം കുഞ്ഞ് താഴേക്ക് വീഴും എന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം എല്ലാവരും മോളെ എന്നും പറഞ്ഞിങ്ങനെ പ്രീതി വിളിക്കുമ്പോൾ എല്ലാവരും അവിടേക്ക് ശ്രദ്ധിക്കുകയാണ്. തോന്നുന്നു അർജുൻ അങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മോളെ എങ്ങോട്ട് വരല്ലേ, അങ്ങോട്ട് എന്നൊക്കെ വിളിച്ച് പറയുകയാണ് അർജുനും വസുമതിയും സത്യഭാമയും ഒക്കെ. രാഘവൻ നായരും ഒക്കെ പേടിച്ചിരിക്കുകയാണ്, കുഞ്ഞ് മോളിൽ നിന്ന് താഴെ വന്ന് വീഴും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. പക്ഷെ അവിടെ ശാലിനിയെ കാണാനില്ല. തുടർന്ന് പക്ഷേ വിഷ്ണു ആണെങ്കിൽ സാധാ രീതിക്ക് തന്നെ അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് പ്രീതിയാണെങ്കിൽ വിരലുകൾ പതുക്കെ അനക്കുന്നുണ്ട്. ആരും മുകളിലേക്ക് കയറി പോകുന്നില്ല കുഞ്ഞിനെ പിടിക്കാനായിട്ട്. എല്ലാവരും താഴെ നിന്ന് മോളെ അങ്ങോട്ട് എന്ന് പറയുന്നതേ ഉള്ളൂ, വീഴുമെന്നൊക്കെ. തുടർന്ന് പ്രീതിയാണെങ്കിൽ പതിയെ വിരലുകൾ അനക്കുന്നുണ്ട്.
നിന്നുകൊണ്ട് ഒരു സർവ്വശക്തിയും എടുത്ത് തൻ്റെ കുഞ്ഞിന് താഴേക്ക് വന്ന് വീഴും എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ ആ വീൽ ചെയറിൽ നിന്ന് ഒരു കാലിങ്ങനെ പതിയെ ഇളക്കി താഴേക്ക് വെക്കുകയാണ്. വിഷ്ണു അത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, ബാക്കി എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കുഞ്ഞിനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. തുടർന്ന് 2 കാലുകളും താഴേക്ക് വെച്ച് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് അങ്ങ് പ്രീതി എഴുന്നേൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ സന്തോഷമാവുകയാണ്. പക്ഷെ വിഷ്ണു കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇത് പ്രീതി എഴുന്നേൽക്കുന്നത് മാത്രം ശ്രദ്ധിക്കുന്നത് സുസ്മിതയാണ്. സുസ്മിതയും അന്തം വിട്ടില്ല, നിന്ന നിൽപ്പിന് പാതാളത്തിലേക്ക് താഴ്ന്നു പോയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പ്രീതി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടിട്ട് അന്നേരം അമ്മയെ മോള് എന്നൊക്കെ സത്യഭാമ വിളിക്കുന്നുണ്ട്. അന്നേരമാണ് ഭാമയും രാഘവൻ നായർ എല്ലാവരും പ്രീതി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നതായിട്ടും മോളെ വിളിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നത്. തുടർന്ന് ശാലിനി എന്നിങ്ങനെ അർജുൻ വിളിക്കുന്നുണ്ട്. ശാലിനി അവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് ദേഷ്യത്തോടു കൂടി ഭാമ ശാലിനി എന്ന് വിളിക്കുമ്പോഴും ഓടി വന്ന് ശാലിനി കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ്. ശാലിനി കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ അങ്ങ് എടുക്കുന്നത്. അന്നേരം അതൊരു വ്യക്തമായ പ്ലാനിങ് തന്നെയായിരുന്നു പ്രീതി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. അതായിരിക്കാം ഡോക്ടർ പ്രീതിയോടും വിഷ്ണുവിനോടും പറഞ്ഞത്. അന്നേരം ശ്വാസം അടക്കി പിടിച്ചാണ് ശാലിനി അവിടെ കുഞ്ഞിൻ്റെ പുറകിൽ നിന്നത്. അത് താഴെ ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു. തുടർന്ന് അർജുനാണെങ്കിൽ ഓടി അങ്ങ് മുകളിൽ കയറിപ്പോയി ശാലിനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കുകയാണ്. എന്താ ശാലിനി ഇത്, ശ്രദ്ധിക്കണ്ടേന്നും പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ സന്തോഷം കൊണ്ടങ്ങ് കരയുകയാണ് ശാലിനി. ശാലിനിക്ക് പറയാനായിട്ട് വാക്കുകളൊന്നും വരുന്നില്ല. പ്രീതി എഴുന്നേറ്റല്ലോ, അത് കണ്ടങ്ങ് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് മുകളിൽ നിന്നും ശാലിനി. തുടർന്ന് താഴേക്ക് വരുമ്പോൾ അർജുൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അങ്ങ് വസുമതി വാങ്ങിക്കുകയാണ്. പാറുമോള് പേടിച്ചു പോയോ, എന്തിനാ പേടിക്കുന്നത്, അച്ഛമ്മ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് കുഞ്ഞിന് ഉമ്മയൊക്കെ വയ്ക്കുമ്പോൾ പ്രീതി ഓടി വന്ന് വസുമതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അങ്ങ് വാങ്ങുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം ശാലിനി താഴോട്ടിറങ്ങി വരുന്നുണ്ട്. അന്നേരം വിഷ്ണു ശാലിനിയെ തന്നെ നോക്കുകയാണ്. തങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിക്ക് രണ്ടുപേരും പരസ്പരം ചിരിക്കുന്നുണ്ട്. പക്ഷേ ഭാമയാണെങ്കിൽ ശാലിനി അങ്ങ് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് ഇറങ്ങി വരുന്ന ശാലിനിയെ. അന്നേരം സുസ്മിതയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. അടിപൊളി, ഇപ്പോൾ അവളുടെ കവിള് അടി കൊണ്ട് ചുമക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് മോളെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് കുഞ്ഞിനെ ഒന്ന് തലയിലൊക്കെ തലോടിയിട്ട് സത്യഭാമയാണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. നീ എന്തായി കാണിച്ചതെന്നും പറഞ്ഞ് ശാലിനിയെ തല്ലാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ പേടിച്ച് പുറകിലോട്ട് മാറുന്നുണ്ട്. പക്ഷേ സത്യാമ്മയെന്ന് ഇങ്ങനെ ഉറക്കെ അർജുൻ വിളിക്കുമ്പോൾ ഭാമ അടിക്കുന്നില്ല. എന്താടാന്ന് ചോദിക്കുമ്പോൾ പ്രീതി എഴുന്നേറ്റു, പാർക്ക് മോളെ വാങ്ങിച്ചു, ഉമ്മ വെച്ചു, പിന്നെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഭാമ ഒന്ന് കുറച്ചുകൂടി ബോധ്യമാകുന്നത് പ്രീതി എഴുന്നേറ്റതിൽ. അന്നേരം പ്രീതി ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് ഭാമയുടെ മുഖം അങ്ങ് സങ്കടമാകുന്നുണ്ട്. തുടർന്ന് പറയുകയാണ് വിഷ്ണു പറയുന്നുണ്ട്, ശാലിനിയുടെ കൈപ്പിഴ മൂലമല്ല പാറുമോള് വീഴാൻ പോയത്, അത് മനഃപൂർവ്വം ചെയ്ത ഒരു നാടകം തന്നെയാണ്. പിന്നെ അർജുന് പ്രീതിയെ, സ്വന്തം ഭാര്യയെ, അമ്മയ്ക്ക് മകളെ, അച്ഛന് മകളെ, എനിക്ക് എൻ്റെ അനിയത്തിയെ തിരിച്ചു തരണ്ടേ, അതിന് വേണ്ടിയിട്ട് അബ്ദുൽ ഖാദർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഒരു നാടകമാണ് ഇത് എന്ന് പറയുമ്പോൾ സുസ്മിത അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരമാണ് സത്യഭാമയ്ക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് വ്യക്തമാകുന്നത്. അത് കേൾക്കുമ്പോൾ അർജുനും പ്രീതിക്കും രാഘവൻ നായർക്കും പിള്ളയ്ക്കും വസുമതിക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പക്ഷെ ആകെ ഭയന്ന് സുസ്മിത നിൽക്കുന്നുണ്ട്. സത്യഭാമയ്ക്കും കാര്യങ്ങൾ ബോധ്യമാവുകയാണ്. അന്നേരം കരഞ്ഞ് നിൽക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി പിന്നെ അബ്ദുൽ ഖാദർ ഡോക്ടർ മുറ്റത്ത് നിന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ഇനി ശാലിനിയുടെയിലൂടെയാണ് ചികിത്സ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ചെയ്യാനാണ് ശാലിനിയോട് ഡോക്ടർ പറഞ്ഞത്. അന്നേരം ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതിൻ്റെ റിസ്ക് എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് വിഷമമാണ് ചെയ്യുന്നതിനെ കുറിച്ച്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കൊണ്ട്. അന്നേരം IAS ഓഫീസറൊക്കെ ആകാൻ പോകുന്ന ആളല്ലേ, റിസ്ക് കൂടുമ്പോഴല്ലേ റിസൾട്ട് കൂടുതൽ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു കൂടി നിർബന്ധിക്കുമ്പോൾ അത് ചെയ്യാമെന്ന് ശാലിനി സമ്മതിക്കുകയാണ്. അതനുസരിച്ചാണ് ശാലിനിയും വിഷ്ണുവും ശാലിനി ആദ്യം അകത്തേക്ക് വന്നതും പിന്നെ വിഷ്ണു വന്നതും കുട്ടിമൂത്രം ഒഴിച്ചു എന്നും പറഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോയതുമൊക്കെ. അതിനുശേഷം മുകളിൽ കൊണ്ടുപോയിട്ട് ശാലിനി കുഞ്ഞിനെ ആ കൈവരിയിൽ അവിടെ നിർത്തിയിട്ട് തറയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിൻ്റെ പിറകിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് താഴെ നിന്ന് നോക്കുമ്പോൾ ആർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞ് വീഴില്ല എന്നുള്ള ബോധ്യം ശാലിനിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രീതി എഴുന്നേറ്റ ശേഷമാണ് ശാലിനി കിടന്നിരുന്ന ശാലിനി എഴുന്നേൽക്കുകയും കുഞ്ഞിനെ പൊക്കിയെടുത്തുകൊണ്ട് എഴുന്നേൽക്കുകയൊക്കെ ചെയ്തത്. തുടർന്ന് ശാലിനിയാണെങ്കിൽ എല്ലാവരെയും നോക്കിയിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ചിട്ട് വിഷ്ണുവേട്ട ഡോക്ടർ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം ഡോക്ടർ പോയി എന്ന് പറയുമ്പോൾ പോയോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അതെ, മരുന്നിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നത് ഡോക്ടറുടെ വിശ്വാസമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി എന്ന് പറയുമ്പോൾ ശാലിനി ആകെ കൺഫ്യൂഷനാവും, സങ്കടപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. ഈ ഒരു പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചിരുന്നെങ്കിൽ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു നിമിഷം എൻ്റെ മനസ്സ് പതറിപ്പോയെങ്കിൽ, പാറുക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആരായനെ, ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം
എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം ശാലിനി ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷ്ണു, ഒന്നും സംഭവിച്ചില്ലല്ലോ, എല്ലാം ശരിയായല്ലോ, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാം നല്ല രീതിക്കേ വന്നുള്ളൂ, ഈ പ്ലാനിങ് നടക്കുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം പോയതെന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് കരയുകയാണ്. എന്ന് വെച്ചാൽ പാറുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട്. അന്നേരം ഒന്നുമില്ല എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് വീണ് ശാലിനി അങ്ങ് കരയുകയാണ്. ഈ സമയത്ത് ഡോക്ടർ തിരിച്ച് കാറിൽ പോകുന്ന കാണിക്കുന്നുണ്ട്. ആ ചിരിച്ച മുഖത്തോടു കൂടി ഡോക്ടർ പോകുന്നത് കാണിക്കുന്നുണ്ട്. തുടർന്ന് അങ്ങനെ ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ നെഞ്ചിലിങ്ങനെ കിടക്കുമ്പോൾ സത്യഭാമ ശാലിനി ഇങ്ങനെ പിടിക്കുകയാണ്, ശാലിനി എന്നും പറഞ്ഞ്. അന്നേരം ശാലിനി ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ച് നിവരുകയാണ്. എന്നിട്ട് സത്യഭാമ തൻ്റെ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്, ശാലിനി നിന്നെ തല്ലാനാണ് ഞാൻ ഈ കൈ ഓങ്ങിയത്, പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും സത്യഭാമയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ കവിളത്ത് ഇങ്ങനെ തലോടുകയാണ്. അത് കാണുമ്പോൾ സുസ്മിതയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം, പക്ഷേ രാഘവൻ നായർക്കും വിഷ്ണുവിനും ഒക്കെ അങ്ങ് സന്തോഷമാണ്. തുടർന്ന് ശാലിനിയെ ചേർത്ത് പിടിച്ച് ശാലിനിയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് സത്യഭാമ. അത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് വിഷ്ണുവിനും അർജുനും രാഘവൻ നായർക്കും പിള്ളയ്ക്കും പൊന്നിക്കും വസുമതിക്കും അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ആകെ അങ്ങ് സന്തോഷമാണ്. അതിനുശേഷം ഒരു നെറ്റിയിലേക്ക് മുത്തം കൊടുത്തിട്ട് ശാലിനി അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഭാമയും കരയുന്നുണ്ട്, ശാലിനിയും കരയുന്നുണ്ട്. അത് കണ്ടങ്ങ് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് വിഷ്ണു അവിടെ. തുടർന്ന് പ്രീതിയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിക്കുകയാണ് സത്യഭാമ. എന്നിട്ട് പറയുന്നുണ്ട്, സത്യഭാമയുടെ ഏറ്റവും വലിയ സ്വത്താണ് വിഷ്ണുവും ശാലിനിയും കൂടി എനിക്ക് മടക്കി തന്നത്. എനിക്കുള്ള മുഴുവൻ സമ്പാദ്യം മുഴുവൻ എല്ലാം ഇവൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയും പിന്നെ പ്രീതിയൊക്കെ ചേർത്തങ്ങ് ഭാമ പിടിക്കുകയാണ്. അന്നേരം അത് കണ്ടങ്ങ് കണ്ണ് നിറയുകയാണ് അർജുൻ്റെ. ശാലിനി അങ്ങ് കരഞ്ഞ് തളർന്ന് നിൽക്കുകയാണ്. ശാലിനി അങ്ങ് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ചായുന്നുണ്ട്. ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് വിഷ്ണു. തുടർന്ന് എല്ലാവരും സന്തോഷ അന്തരീക്ഷം തന്നെയാണ് അവിടെ. തുടർന്ന് വസുമതിയാണെങ്കിൽ പ്രീതി വന്ന് പിടിക്കുന്നുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞു. അന്നേരം അമ്മയെന്നൊക്കെ പ്രീതിയും വിളിക്കുന്നുണ്ട്. തുടർന്ന് സന്തോഷത്തോടു കൂടി അങ്ങ് ആ സിറ്റ് ഔട്ടിലേക്ക് ശാലിനി ഇറങ്ങുന്നുണ്ട്. താൻ ഏറ്റെടുത്ത ചലഞ്ചിൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ ശാലിനി മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത വന്നിങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ സുസ്മിതയെ കാണുകയാണ്. പക്ഷെ പെട്ടെന്ന് ശാലിനിക്ക് മുഖം കൊടുക്കാതെ സുസ്മിത അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് പാറുക്കുട്ടിയുടെ ചോറൂൺ ചടങ്ങാണ്. അതിൽ വിഷ്ണുവിൻ്റെ മടിയിലാണ് കുഞ്ഞിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ശാലിനിയുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് പ്രീതി ഇരിക്കുകയാണ്. തുടർന്ന് സത്യഭാമ ആദ്യം ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ചോറ് കൊടുക്കുകയാണ്. അർജുൻ കൊടുക്കുന്നുണ്ട്, രാഘവൻ നായർ കൊടുക്കുന്നുണ്ട്, വസുമതി കൊടുക്കുന്നുണ്ട്, പ്രീതിയും കൊടുക്കുകയാണ്. അപ്പം ആ ഒരു സന്തോഷ അന്തരീക്ഷം തന്നെയാണ്. എല്ലാവരും ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞിനെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരേപോലെ വാ തുറക്കുന്നു, കുഞ്ഞിനെ അങ്ങോട്ട് എടുക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നു, ഒരു ബഹളം. അന്നേരമാണ് വസുമതി ഈ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും സന്തോഷമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അവരായിട്ടാണല്ലോ ഇപ്പം കണക്കാക്കിയിരിക്കുന്നത്. തുടർന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും ചോറ് കൊടുക്കാനുണ്ടോ എന്ന്. അന്നേരം വസുമതി പെട്ടെന്നങ്ങ് പറയുകയാണ്, അമ്മാവനും അമ്മായും ചോറ് കൊടുക്കാനുണ്ടെന്ന്. അന്നേരം വിഷ്ണു ശാലിനി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം രാഘവൻ നായരും ഭാമയ്ക്കും ഒക്കെ കാര്യം മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അവരാരും ഒന്നും മിണ്ടുന്നില്ല. സത്യാവസ്ഥ അതാണല്ലോ. അന്നേരം അച്ഛൻ്റെയോ അമ്മാവൻ്റെയോ മടിയിലിരുത്തി ചോറ് കൊടുക്കണമെന്നാണ്. ഇതിപ്പോൾ അമ്മാവൻ്റെ മടിയിലല്ലേ ഇരിക്കുന്നത്, ബാക്കി എല്ലാവരും കൊടുത്തു, ഇനി അമ്മാവനും അമ്മായും കൊടുക്കട്ടെ എന്ന് വസുമതി പറയുകയാണ്. അന്നേരം എങ്കിൽ ശരി അവർ കൊടുക്കട്ടെ എന്നിങ്ങനെ തിരുമേനിയും ശരിവയ്ക്കുന്നുണ്ട്. പക്ഷേ അന്നേരം ആകെ അങ്ങ് വിഷമിച്ച അവസ്ഥയിലിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. പക്ഷേ അവരുടെ സങ്കടം പ്രീതിക്കും അർജുനും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒന്നും അവിടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ ഇരിക്കുന്നത്. തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ, അമ്മാവൻ കൊടുക്ക് എന്നിങ്ങനെ വസുമതി ഒന്നുകൂടി പറയുമ്പോൾ അർജുനല്ല വിഷ്ണു സങ്കടത്തോടു കൂടി കുഞ്ഞിനെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് തന്നെ ചോറ് എടുത്ത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം വസുമതി ഓർക്കുന്നുണ്ട് ആ ഒരിക്കൽ നടന്ന ആ സംഭവം. ഒരിക്കൽ ശാലിനിക്ക് വസുമതി പൈസ കൊടുത്തപ്പോൾ അത് തിരികെ വിഷ്ണു കൊണ്ടുവന്ന് കൊടുത്തല്ലോ വഴിയിൽ വെച്ച്. അന്ന് വസുമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാറുവിൻ്റെ അച്ഛൻ ഇതിൻ്റെ 10 ഇരട്ടി സമ്പാദിക്കുന്നുണ്ടെന്ന്. അന്നേരം അച്ഛനോ, ഏതച്ഛൻ എന്നിങ്ങനെയായിരുന്നു വിഷ്ണു ചോദിക്കുമ്പോൾ അർജുൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് വസുമതി പറയുകയുണ്ടായി. അന്നേരം പാറുവിൻ്റെ അച്ഛൻ ഞാനാണ്, അമ്മ ശാലിനിയും ഞങ്ങൾ നോക്കുമെന്നൊക്കെ പറഞ്ഞ് വസുമതിയെ വെല്ലുവിളിച്ച് ആ പൈസ തിരികെ കൊടുത്തിട്ട് വിഷ്ണു പോയ സംഭവം ദേഷ്യത്വഭാവത്തോടു കൂടി വസുമതി ഇങ്ങനെ ഓർക്കുകയാണ്. തുടർന്ന് സങ്കടത്തോടെയാണ് വിഷ്ണു കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത്. ഇനി അമ്മായി കൊടുക്കാമെന്നിങ്ങനെ വീണ്ടും വസുമതി പറയുകയാണ്. അത് ശരിവെക്കുന്നുണ്ട് തിരുമേനിയും. തുടർന്ന് കരഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി ഓർക്കുന്നത് ഒരിക്കലും ശാരദ
സുമിതാമ്മ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യമാണ് പ്രീതി കോമ സ്റ്റേജിൽ നിന്ന് എഴുന്നേൽക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശാലിനിക്ക് വിഷമമായ കാര്യമൊക്കെ ആ ഒരു സ്റ്റേജിൽ ശാലിനി ഓർക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഇനിയിപ്പോൾ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞിനെയും കൊണ്ട് അവർ തിരികെ വാടക വീട്ടിലേക്ക് പോകുമോ അതോ ഇവിടെ നിൽക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. എന്തായാലും പ്രീതി എഴുന്നേറ്റു. പക്ഷെ ഇതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് സുസ്മിത. വിഷ്ണുവിനെയും ശാലിനിയെയും അങ്ങനെ എതിർത്ത് സംസാരിച്ചതിൽ വസുമതി ആ സംസാരത്തിൽ സുസ്മിതയ്ക്ക് സന്തോഷമുണ്ട്. പക്ഷേ പ്രീതി എഴുന്നേറ്റതിലും ഇനി ഓർമ്മ വരുമോ എന്നുള്ളതിലുമൊക്കെ ആകെ ചിന്തിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് സുസ്മിത. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.